ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇത് +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഏത് +1 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആകേണ്ട ആവശ്യമില്ല. +1 പരീക്ഷ എഴുതി കഴിഞ്ഞ് +2വിലേക്ക് അടുത്ത ജൂൺ മുതൽ എത്താൻ പോകുന്ന വിദ്യാർത്ഥികൾ, അതായത് ഒഫീഷ്യലി ഇപ്പോൾ +2വിൽ എത്തി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, രണ്ട് അപ്ഡേറ്റുകൾ. ഒന്നാമത് നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് നമുക്ക് ജൂൺ പകുതിയോടുകൂടി, അതിന് മുമ്പ് തന്നെ ഇത്തവണ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ ഗൂഗിളിന്റെ അപ്ഡേറ്റ് പ്രകാരം മെയ് 28, അത് കഴിഞ്ഞ വർഷം +1 റിസൾട്ട് വന്ന ഒരു തീയതിയാണ് മെയ് 28. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്രയും നേരത്തെ, അതായത് അടുത്ത ആഴ്ച തന്നെ റിസൾട്ട് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും സ്കൂൾ തുറന്ന് ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്ന് അൺഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഉണ്ട്. അതാണ് നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, മറ്റ് പല സ്ട്രീമുകളുണ്ട്. ഇത്തവണ +1കാർക്കും മാർക്ക് ഒരുപക്ഷെ കുറഞ്ഞേക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇത് അടിസ്ഥാനമാക്കി പറയുന്നത് നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള +2വിൽ പഠിച്ചവർ, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് എഴുതിയ ഒരു അനുഭവമുണ്ട്. അതുപോലെ തന്നെ +2 പരീക്ഷകൾ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ പാടാക്കി അതിൽ വളരെയധികം വിജയശതമാനം കുറയുകയും മാർക്ക് കുറയുകയും ചെയ്ത ആ ഒരു നിലവിലെ പശ്ചാത്തലത്തിൽ അത് +1നെയും ഒരു പക്ഷേ ബാധിച്ചേക്കാം. അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് പലരും പേഴ്സണലായിട്ടുള്ള ഫീഡ്ബാക്ക് പറയുകയുണ്ടായി, സയൻസ് വിഷയങ്ങളിൽ തന്നെ പലതും ഒരു വിധത്തിൽ ടഫായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ +1 വിദ്യാർത്ഥികൾക്കും റിസൾട്ട് വരുമ്പോൾ ചെറിയ ആ ഒരു മാർജിനിൽ, ആ ഒരു മാർക്കിന്റെ കുറവ് ഒരു പക്ഷെ നിങ്ങൾക്കും അഫക്റ്റ് ചെയ്തേക്കാം. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിന് വളരെയധികം മാർക്ക് കുറഞ്ഞാൽ അത് +2വിൽ റിക്കവർ ചെയ്ത് എടുത്ത് ആ ഒരു ടോട്ടൽ നോക്കുമ്പോൾ A+ലേക്കോ ഉയർന്ന ഗ്രേഡിലേക്കോ എത്തുവാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ +1കാർക്ക് വിജയശതമാനം എന്ന രീതിയിലായിരിക്കില്ല കണക്കാക്കുന്നത്. അങ്ങനെ ഒരു റിസൾട്ട് പോലും വരത്തില്ല, ആരും കൺസിഡർ ചെയ്യില്ല. +2 ഹയർ സെക്കൻഡറി ഒന്നാകെയാണ് വിജയശതമാനം വരുന്നത്. പക്ഷെ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മാർക്കുകൾക്ക്, ചിലപ്പോൾ ചില വിഷയങ്ങൾക്കുള്ള മാർക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ലഭിക്കാതിരുന്നേക്കാം. എന്നാൽ ഭയപ്പെടേണ്ടതയോ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും അവസരങ്ങളുണ്ട്. +2വിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി എക്സാക്ട് അപ്ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ ഡയറക്റ്റ് നമ്മുടെ DHSCയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.